അറബിക് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ പോയത് മലപ്പുറത്തുള്ള ഹോട്ടൽ ഡെലീഷ്യയിൽ. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓടി ചെന്ന് കിച്ചണിലേക്ക് ഇടിച്ചു കയറിയതല്ല, പെർമിഷൻ ചോദിച്ചു കിച്ചൺ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കിച്ചൺ ഷൂട്ട് ചെയ്യാമല്ലോ, അതിനെന്താ പ്രശ്നം, ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അറബിക് ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തീയിലൊക്കെ കിടന്നിങ്ങനെ പെട്ടക്കിനുണ്ടോ അറബിക് ഫുഡ്. അങ്ങനെ നോക്കുമ്പോൾ പിടയുടെ പ്രിപ്പറേഷൻ നടക്കുന്നു. പിടയുടെ ഓവൻ വളരെ മനോഹരമായിട്ട് എക്സ്പേർട്ട് ഷെഫുകളാണ് ഈ അറബിക് ഫുഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെലീഷ്യയിലുള്ളത്. ഈ പിടയുടെ മുകളിൽ റിയൽ മൊസല്ല ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഓരോ പ്രിപ്പറേഷൻ കണ്ട് അന്തം വിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ടർക്കിഷ് കോംബോ ഓരോന്നായി ടേബിളിലേക്ക് എത്തി തുടങ്ങി. അടാറ് പ്ലേറ്റിംഗ് ആയിരുന്നു. വളരെ മനോഹരമായിട്ടാണ് അവർ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്ത ടർക്കിഷ് കോംബോയിൽ ബീഫ് കച്ചാപ്പൂരി, ചിക്കൻ ഫത്തായ, ബെട്ടി കബാബ്, ഷീ തവൂക്ക്, 2 ഐറ്റംസ്, റൈസ്, ഇസ്താൻബുൾ വെജ് സലാഡ്, അദാന കബാബ് വിത്ത് ലബൻ, 2500 രൂപയ്ക്ക് 5 പേർക്ക് സുഭിക്ഷമായി കഴിക്കാൻ പറ്റുന്ന അടിപൊളി കോംബോ. ഇനി നമ്മൾ ഓരോന്നെടുത്ത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ടേസ്റ്റ് ചെയ്യുന്ന കൂടുതലൊന്നും പറയല്ല, ഞങ്ങളുടെ മുഖഭാവം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സൂപ്പർ ടേസ്റ്റ്, ഓരോന്നും റിയൽ ഒത്തൻറ്റിക് അറബിക് ടേസ്റ്റ് ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്തത്. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയല്ല. പിന്നെ മീറ്റ്, ചിക്കൻ, ബീഫ് എല്ലാം നല്ല ജ്യൂസി ആയിരുന്നു. ഈ കോംബോയുടെ കൂടെ 2 റൈസ് ഐറ്റംസ് ഉണ്ടാവും. പിന്നെ റൈസിൻ്റെ ഫ്ലേവർ ഒന്നും പറയല്ല, അടിപൊളി. ഇതാണ് ഫൈനൽ എഫക്റ്റ്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ക്ലൈമാക്സ് കഴിഞ്ഞു എന്നല്ല വിചാരിച്ച് ഒരു ടൈലൻറ്റും കൂടി ബാക്കിയുണ്ട്, കുനാഫ. ആ കുനാഫയുടെ ഡോ, അതുപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന മൊസറല്ല ചീസ്, ഒരു ക്രീമി ടെക്സ്ചർ, ഫ്ലേവർ, ഒരു അടിപൊളി ഐറ്റം. നിങ്ങൾക്ക് റിയൽ അറബിക് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണോ? എന്നാൽ ധൈര്യമായിട്ട് വന്നോളൂ മലപ്പുറത്തുള്ള ഡെലീഷ്യ കാസ്കേഡിലേക്ക്.